വേണു സാറേ, ഞാൻ ഇറങ്ങാനുണ്ടോ? ദാസിബേട്ടാ, ഈ പാഴ്സൽ ഒന്ന് ഡെലിവറി ചെയ്തേക്കോ. ഇവിടെ അഡ്രസ് ഉണ്ട്. ഓക്കെ. പാർസലാണോ? ആ, ഏത് ഫ്ലോറില? 12B. ഒഴിഞ്ഞല്ലോ അവസാനം. കറണ്ടില്ല. ജനറേറ്ററാണെങ്കിൽ കംപ്ലൈൻറ്റാ. കുറെ കഴിയുമ്പോൾ ഞാൻ കൊണ്ട് കൊടുത്താൽ മതിയോ? അയ്യോ, ഞാനൊന്ന് വിളിച്ചു വെക്കട്ടെ. ആ, വിളിക്ക്. സാറേ, ഞാൻ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ കൊണ്ടുവന്ന ആളാ. ആ, ഇവിടെ താഴെയുണ്ട്. കറണ്ടില്ലേ, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. കറണ്ട് വന്നിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തുവിട്ടാൽ മതിയോ? എന്താണ് ഇതിനെ നടക്കോ? ആണോ? എനിക്കിത് മുഴുവനും വായിച്ചു നോക്കണം. only then I'll decide what to do. ഇത് സംസാരിക്കാനൊന്നും ഞാനൊന്നും ഇല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്നവരാണല്ലോ. ഡോർ ഡെലിവറി എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരണം. മനസ്സിലായോ? എനിക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ താൻ പറയാനനുസരിച്ചാണ് പറഞ്ഞു വിടാൻ നോക്കൂ ജോ. ആദ്യം ഇവിടുത്തെ പ്രശ്നം തീർക്കുക, എന്നിട്ട് മതി ബാക്കി കാര്യം. സർ, ഞാൻ പാർക്ക് ചെയ്യാം. താങ്ക് യു. വെൽക്കം സർ. എന്താടാ? ചേച്ചി, അച്ഛന് നല്ല സുഖമില്ല. വേഗം മെഡിക്കൽ കോളേജിലേക്ക് വാ. അച്ഛനെന്ത് പറ്റി? അറിയില്ല, ഞാനും അമ്മ ഇപ്പൊ ഇറങ്ങും. ചേട്ടാ, ചേട്ടാ, ആ വഴി ഒന്ന് പോക്കെ. അതെന്തിനാ? പറയാം. ചേട്ടാ, ഒന്ന് വേഗം പോക്കെ. ഒന്ന് വേഗം. എന്താ വേഗം വരുന്നേ? ഇത് 5000 ഉണ്ട്. എത്ര ലേറ്റ് ആയാലും വിളിക്കണം. ചേട്ടാ, പോ. എവിടെ? അത് അവിടെയാണ്. എന്ത് പറ്റിയടാ? നെഞ്ചുവേദന. ചേച്ചി വെക്കൂ. എനിക്ക് അച്ഛനെ ഇങ്ങനെ കാണാൻ പറ്റില്ല. സന്നിവാ, എന്താ ചേച്ചി? വരാൻ.
ചേച്ചി എന്താ? പറയാം. എന്താ? കുറച്ചു മുമ്പ് ഒരാൾ ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നായിരുന്നോ? അത് ഞങ്ങളുടെ അച്ഛനാ. ഞങ്ങൾ എന്ത് വേണം? അച്ഛനിപ്പോ ആശുപത്രിയിലാ. നിങ്ങൾ ഈ 12 നില നടത്തി കയറ്റിച്ചില്ലേ, അതിന്റെ ബാക്കിയാ. പോയി കേസ് കൊടുക്കും. നിങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഭക്ഷണത്തിന്റെ വില പോലും ഞങ്ങളുടെ അച്ഛന് കൊടുത്തില്ലല്ലോ. എന്താ പ്രശ്നം? ചേച്ചി പോവാം. നീ വിടടാ. താനൊക്കെ ഒരു മനുഷ്യനാണോ? ഇത്രയൊക്കെ കേട്ടും ചെയ്ത് തെറ്റാൻ താൻ സമ്മതിക്കില്ലല്ലേ? തെറ്റും ശരിയും പഠിപ്പിക്കാൻ വന്നാണോ നീ? വെറുതെ പ്രശ്നം ഉണക്കണ്ട് പോയിക്കേ. ഞാൻ നിങ്ങളോട് സംസാരിക്കാനല്ല വന്നത്. ചേച്ചി നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയാവോ? നിങ്ങൾ ആരായാലും എനിക്കെന്താ? പിന്നെ ഇത്തരം സംസാരമൊക്കെ സ്വന്തം വീട്ടുകാരോട് മതി. ചേച്ചി പോവാം. നീ വിടടാ. 24 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന സമയം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. എങ്ങോട്ട് പോകുന്നു? സർ, ഞങ്ങളുടെ അച്ഛൻ കാഷ്വാലിറ്റിയിലുണ്ട്. മുഖ്യമന്ത്രി അകത്തുണ്ട്. ഇപ്പൊ പറ്റില്ല. അവിടെ മാറിക്കേ. ഞങ്ങളുടെ പുറത്തുണ്ട്. അവന്റെ ഒരു പേഴ്സ് ഇപ്പൊ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലടാ. നമ്മളൊക്കെ സാധാരണക്കാരാണ് സമയം. പണം, പദവി, സ്വാധീനം, ഇതിലേതെങ്കിലും ഉള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇന്നലെ തന്നെ കണ്ടില്ലേ, മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ഡോക്ടേഴ്സ് വരെ ഓടിയെത്തി. മറ്റ് രോഗികളൊക്കെ അപ്പോൾ അവർക്ക് ആരാ? നമ്മളെയൊക്കെ ആർക്കും തല്ലാം കൊല്ലാം, ആരും ഒന്നും ചോദിക്കാൻ വരില്ല. നീ കോളേജ് മാഗസിനിൽ എഴുതി ഓർക്കുന്നുണ്ടോ? ഒന്നെങ്കിൽ എല്ലാം സഹിക്കുക, അല്ലെങ്കിൽ പ്രതിഷേധിക്കുക. നിനക്ക് ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പറയാൻ? നീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം മുഖ്യമന്ത്രിക്കെതിരെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അയാൾ അറിയണ്ട ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല സനൽ. നിന്റെ ഐഡിയിൽ നിന്ന് വേണ്ട, ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കാം. ആരും ഒരിക്കലും കണ്ടുപിടിക്കാത്തൊരു പാസ്വേഡും. ആവാതിരിക്കാനല്ലേ മൊബൈൽ ഫോണിന് വേണ്ടാന്ന് പറഞ്ഞേ. ഇവിടെ ആകുമ്പോൾ സേഫാ. ഉള്ള 2 CCTV വർക്ക് ആവത്തുമില്ല. തുടങ്ങിക്കോ. പാസ്വേഡ് ഇതിപ്പോ നീ പോലെ ഓർത്തിരിക്കില്ലല്ലോ ഈ പാസ്വേഡ്. ഞാൻ ഓർത്തോളാം. നീ നല്ല സ്ട്രോങ് ആയൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യും മുഖ്യമന്ത്രിക്ക്. നീ എഴുതിക്കോ, ഞാൻ അവരെങ്ങനെയെങ്കിലും പറഞ്ഞിട്ടില്ല. നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് അവർ പോസ്റ്റ് ഒടിച്ചത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാ. കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? എന്താ കഴിഞ്ഞോ? നോക്കട്ടെ.
എനിക്ക് വയ്യ ആ കൈ തന്നെ. നോക്കണ്ട ഇതുകൂടിയേ ഉള്ളൂ. ആ കഞ്ഞിയൊന്നും വേണ്ട, ഇത് കഴിച്ചാൽ തന്നെ വയറ് അറിയല്ല. സിസ്റ്ററെ എന്നെ നാളെ ഒന്ന് വിടുവോ? മിക്കവാറും നാളെ തന്നെ ഡിസ്ചാർജ് ആക്കും. രാവിലത്തെ റൗണ്ട്സ് ഒന്ന് കഴിയണം. എങ്ങനെയുണ്ട് അച്ഛാ? ആ മരുന്ന് കഴിക്കാൻ പറഞ്ഞ എന്തൊരു മടിയാ. കുടിക്ക്. ഒരു ഓട്ടോഗ്രാഫ് കിട്ടുമോന്ന് അറിയാൻ വിളിച്ചതാ. ഡാ നിന്റെ പോസ്റ്റ് വൈറലായി. 2.5 ലക്ഷം വ്യൂവേഴ്സും 3200 ഷെയർസും ഇതുവരെ. ആണോ? യോദ്ധാവിന് കുറച്ച് നല്ല പെൺപിള്ളേരുടെ ഫ്രണ്ട് റിക്വസ്റ്റുകളും വരുന്നുണ്ട്. ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്തു. വേണ്ടായിരുന്നു. ഓ നീ ഇപ്പൊ വലിയ സെലിബ്രിറ്റി ആയില്ലേ. ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? കട്ട സപ്പോർട്ടാ എല്ലാരും. ഇതൊരു സംഭവമാകും ഉറപ്പാണ്. നീ ഒരു കലക്ക് കലക്കും, നോക്കിക്കോ. മോളെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കേ. ആ എടാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാമേ. ശരി.